മലങ്കര കാതലിക് ടിവിയിലെ ആരാധനക്രമ വർഷ പഠന പരമ്പരയിലെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് നമ്മൾ രോഗികളുടെ തൈലാഭിഷേകമാണ് പഠിക്കുന്നത്. നമുക്കറിയാം 7 കൂദാശകളിൽ ഒന്നാണ് രോഗികളുടെ തൈലാഭിഷേകം. ആത്മശരീരങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ഒരു കൂദാശയാണിത്. ഒരു കൂദാശ എന്ന് പറയുമ്പോൾ ദൃശ്യമായ അടയാളങ്ങളിലൂടെ അദൃശ്യമായ ദൈവകൃപ മനുഷ്യരിലേക്ക് ചൊരിയുന്ന നിമിഷങ്ങളെയാണ്, കർമ്മങ്ങളെയാണ് നമ്മൾ കൂദാശകൾ എന്ന് പറയുന്നത്. രോഗിയായ വ്യക്തിക്ക് ദൈവകൃപ പ്രത്യേകമായി നൽകി ആ വ്യക്തിയെ രോഗവിമുക്തനും പാപവിമുക്തനുമാക്കുന്ന കൂദാശയാണ് രോഗികളുടെ തൈലാഭിഷേകം. രോഗിലേപന ശുശ്രൂഷ പാപപരിഹാരം നൽകുന്നതും സൗഖ്യപ്പെടുത്തുന്നതും നിത്യജീവനിലേക്ക് നയിക്കപ്പെടുന്നതിനുമുള്ള മാർഗവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ ആരംഭം മുതൽ തന്നെ രോഗവും സഹനവും മനുഷ്യനെ എപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു, വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. രോഗാവസ്ഥയിൽ മനുഷ്യൻ തൻ്റെ ബലഹീനതയെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചും മനസ്സിലാക്കിയിരുന്നു. ഓരോ രോഗവും മരണത്തെ എത്തി നോക്കാൻ അവനെ നിർബന്ധിച്ചിരുന്നു. രോഗം മനുഷ്യനിൽ തീവ്രമായ അസ്വസ്ഥതയും സ്വയം ഉൾവലിയാനുള്ള മനോഭാവവും സൃഷ്ടിക്കുന്നുവെന്നും അവൻ തിരിച്ചറിഞ്ഞു. ചിലപ്പോഴൊക്കെ രോഗം നിരാശയ്ക്കും ദൈവത്തോടുള്ള എതിർപ്പിനും വഴിയൊരുക്കിയിരുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ രോഗം ഒരുവനെ ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കുന്നതിനും ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തിങ്കലേക്ക് തിരികെ പോകുന്നതിനും അവനെ പ്രേരിപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ മനുഷ്യജീവവുമായി അഭേദ്യം ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ് രോഗം എന്ന് പറയുന്നത്. രോഗവും മരണവും തമ്മിൽ അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് രോഗവും മരണത്തിലേക്ക് നയിക്കാം എന്നുള്ള ചിന്ത മനുഷ്യനെ ഭയപ്പെടുത്തിയിരുന്നു. പഴയ നിയമത്തിൽ മനുഷ്യൻ രോഗാവസ്ഥയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ രോഗാവസ്ഥയിൽ രോഗി ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ ദൈവത്തോട് രോഗവിമുക്തിക്ക് വേണ്ടി നിരന്തരം യാചിക്കുന്നു. സങ്കീർത്തനം 6:3-38 ഇവിടെയൊക്കെ നമ്മളത് കാണുന്നുണ്ട്. കാരണം ദൈവത്തിന് മാത്രമേ ചില രോഗങ്ങൾക്ക് പൂർണ്ണമായി സൗഖ്യം നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്നവൻ കരുതിയിരുന്നു. അതുകൊണ്ട് രോഗം വരുമ്പോഴൊക്കെ ആ രോഗം മരണത്തിലേക്ക് നയിക്കാമെന്നുള്ള ചിന്ത അവനെ ഭയപ്പെടുത്തുകയും ദൈവത്തിങ്കിലേക്ക് അവൻ തിരിയുകയും ചെയ്തിരുന്നു. രോഗം ചിലപ്പോഴൊക്കെ മനസാന്തരത്തിനുള്ള മാർഗമായി തീർന്നിരുന്നു. രോഗം പാപത്തോടും തിന്മയോടും നിഗൂഢമായ വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു രോഗി ദൈവസന്നിധിയിൽ പശ്ചാത്താപത്തോടെ പാപമോചനത്തിന് അപേക്ഷിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പാപമോചനവും രോഗസൗഖ്യവും ഒരുപോലെ ലഭിക്കുമെന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്നു. ഇസ്രായേൽക്കാരുടെ ചിന്താധാര അനുസരിച്ച് പാപവും രോഗവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുവൻ രോഗിയാകുന്നതിന് കാരണം അവൻ്റെ പാപങ്ങളാണ് എന്ന് അവർ പലപ്പോഴും വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യേശു അന്ധനെ സുഖപ്പെടുത്തുന്ന രംഗം നാം കാണുന്നുണ്ട്. 2-ാം വാക്യത്തിൽ ശിഷ്യന്മാർ ഇപ്രകാരം യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ചുരുക്കത്തിൽ ഒരുവൻ പാപം ചെയ്യുന്ന നിമിത്തമാണ് അവൻ രോഗിയായിത്തീരുന്നത് എന്നുള്ള ചിന്ത യഹൂദരുടെ ഇടയിൽ വളരെ വ്യാപകമായിരുന്നു. പുറപ്പാട് പുസ്തകം 15:26 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, എന്തെന്നാൽ ഞാനാണ് കർത്താവ് നിങ്ങളുടെ സൗഖ്യദായകൻ. ദൈവം എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകുകയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാലം സിയോന് വേണ്ടി ഉദിപ്പിക്കുമെന്ന് യെശയ്യാ പ്രഖ്യാപിക്കുന്നുണ്ട്. യെശയ്യാ 33:24. അതിനാൽ പഴയ നിയമത്തിൽ യഹൂദജനം യഹോവയെ സൗഖ്യദായകനായി ഉത്തമ വൈദ്യനായി പലപ്പോഴും കരുതിയിരുന്നു. യഹോവയാണ് അവർക്ക് സൗഖ്യം നൽകുന്നത് എന്നവർ ചിന്തിച്ചിരുന്നു. അങ്ങനെ രോഗം വരുമ്പോൾ ദൈവത്തോട് ഇടപെടുന്നതിനും ബന്ധപ്പെടുന്നതിനും ദൈവത്തിൽ നിന്ന് പാപമോചനവും രോഗസൗഖ്യം നേടുന്നതിനും യഹൂദജനം പ്രത്യേകമായി താല്പര്യപ്പെട്ടിരുന്നു. രോഗസൗഖ്യവും തൈലാഭിഷേകവും പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പാലസ്തീന മുഴുവൻ ചുറ്റി നടന്ന് സുവിശേഷം പ്രസംഗിക്കുകയും നിരവധി രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തതായി
സുവിശേഷം സാക്ഷിക്കുന്നുണ്ട്. രോഗികളെ സുഖമാക്കുന്ന പ്രവൃത്തി ദൈവരാജ്യത്തിൻ്റെ ആരംഭമായിട്ടാണ് കർത്താവ് കാണിച്ചു തരുന്നത്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവും രോഗസൗഖ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും വേണ്ട അധികാരം നൽകുന്നതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10:1. അതനുസരിച്ച് ശിഷ്യന്മാർ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും നിരവധി രോഗികളെ തൈലം പൂശുകയും സുഖപ്പെടുത്തുകയും ചെയ്തതായി നാം വിശുദ്ധലിഖിതത്തിൽ വായിക്കുന്നുണ്ട്. മത്തായി 4:23. അതുപോലെ തന്നെ 70 അറിയിപ്പുകാരെ അയച്ചപ്പോഴും കർത്താവ് അവരോട് പറഞ്ഞു, അവർ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവീൻ. ലൂക്കാ 10:9. അപ്പസ്തോലനായ വിശുദ്ധ യാക്കോബ് ശ്ലീഹായും രോഗിലേപനത്തെക്കുറിച്ചും അതുവഴി ലഭിക്കുന്ന ദാനങ്ങളെക്കുറിച്ചും വ്യക്തമായി വിവരിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഇടയിൽ ദുരിതമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവർ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. രോഗവും പാപവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ. രോഗം പാപത്തിൻ്റെ ഫലമാകിയാൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടത്തുന്ന തൈലാഭിഷേകം വഴി ഒരുവന് രോഗശാന്തിയും പാപമോചനവും ലഭിക്കുന്നു. ചുരുക്കത്തിൽ രോഗം പാപത്തിൻ്റെ ഫലമാണെന്നും യേശുവിൻ്റെ പ്രത്യേക കരുണ മൂലം ഒരുവന് പാപത്തിൽ നിന്നും മോചനം ലഭിക്കുമ്പോൾ അവൻ രോഗത്തിൽ നിന്നും വിമുക്തനാകുന്നു. യേശുവിൻ്റെ പ്രത്യേക കരുണ മൂലം ഒരുവന് പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുമ്പോൾ അവൻ രോഗത്തിൽ നിന്നും വിമുക്തനാകുന്നുവെന്നും നാം മനസ്സിലാക്കുന്നു. തളർവാദ രോഗിയുടെ പാപം ക്ഷമിച്ച് അവൻ്റെ രോഗത്തെ സുഖപ്പെടുത്തുന്നതായി വിശുദ്ധ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. മർക്കോസ് 2:1-5. യേശു ദൈവവും മനുഷ്യനുമാകയാൽ ഒരേ സമയം ആത്മാവിനും ശരീരത്തിനും സൗഖ്യം നൽകുന്ന നല്ല വൈദ്യനാണ് അവിടുന്ന്. ആത്മാവിൻ്റെ രോഗമായ പാപത്തെയും മനുഷ്യൻ്റെ രോഗത്തെയും സമ്പൂർണമായി സുഖപ്പെടുത്താനാണ് യേശു വന്നത്. പാപത്തിലും രോഗത്തിലും കഴിയുന്ന എല്ലാവരോടും യേശു കാരുണ്യവും സ്നേഹവും കാണിച്ചിരുന്നു. രോഗികൾ യേശുവിനെ നിരന്തരം സ്പർശിക്കാനായി ശ്രമിക്കുകയും യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തതായി സുവിശേഷത്തിൽ നാം കാണും. പാപവും രോഗവും തമ്മിൽ അഭേദ്യം ബന്ധപ്പെട്ട് നിൽക്കുന്നതായി സുവിശേഷത്തിൽ നാം പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. കർത്താവ് തളർവാദ രോഗിയുടെ അടുത്ത് അവൻ്റെ പാപം മോചിച്ച് അവന് സൗഖ്യം നൽകുന്നതായി നാം കാണുന്നുണ്ട്. തളർവാദ രോഗിയെ കാണുമ്പോൾ കർത്താവ് ആദ്യം അവനോട് പറയുന്നത്, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സൗഖ്യത്തിനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ പാപമാണ് ആദ്യം കർത്താവ് മോചിച്ചത്. അതിനുശേഷമാണ് കർത്താവ് അവന് സൗഖ്യം നൽകുന്നത്. ചുരുക്കത്തിൽ ഒരുവൻ്റെ പാപം മോചിച്ചു കഴിയുമ്പോൾ അവന് ശാരീരിക സൗഖ്യം എളുപ്പമാകുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം രോഗവും പാപവും തമ്മിൽ അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഒരുവന് പാപത്തിൻ്റെ മോചനം ലഭിക്കുമ്പോൾ അവന് രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതായും നാം ഇതിലൂടെ മനസ്സിലാക്കുന്നു. യേശു ദൈവവും മനുഷ്യനുമാകയാൽ ഒരേ സമയം ആത്മാവിന് ശരീരത്തിന് സൗഖ്യം നൽകുന്ന നല്ല വൈദ്യനാണ് അവിടുന്ന്. ആത്മാവിൻ്റെ രോഗമായ പാപത്തെയും മനുഷ്യൻ്റെ രോഗത്തെയും സമ്പൂർണ്ണമായി സുഖപ്പെടുത്താനാണ് യേശു വന്നത്. പാപത്തിലും രോഗത്തിലും കഴിയുന്ന എല്ലാവരോടും യേശു കാരുണ്യവും സ്നേഹവും കാണിച്ചിരുന്നു. രോഗികൾ യേശുവിനെ നിരന്തരം സ്പർശിക്കാൻ ശ്രമിക്കുകയും യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തതായി സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. അതുപോലെ നമ്മെയും സുഖപ്പെടുത്താനായി ക്രിസ്തു കൂദാശകളിൽ നമ്മെ നിരന്തരം സ്പർശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. രോഗികളെ സുഖപ്പെടുത്തുവീൻ എന്ന യേശുവിൻ്റെ ദൗത്യം സ്വീകരിച്ചുകൊണ്ട് സഭ ആരംഭകാലം മുതൽ തന്നെ രോഗിലേപന ശുശ്രൂഷയിലൂടെ ഒരു കൂദാശയായി ഈ ദൗത്യം ഇന്നും തുടരുന്നു.
തൈലാഭിഷേകത്തിൻ്റെ പ്രതീകാത്മകത്വം അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന ദൃശ്യ അടയാളങ്ങളാണല്ലോ പ്രതീകങ്ങൾ. ഇങ്ങനെയുള്ള പ്രതീകങ്ങൾ ധാരാളമായി മലങ്കര ആരാധനാക്രമത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. വിശുദ്ധ കൂദാശകൾ തന്നെ ഇങ്ങനെയുള്ള പ്രതീകങ്ങളാണ്. അദൃശ്യമായ പ്രസാദവരം ചൊരിയുന്ന ദൃശ്യമായ അടയാളങ്ങളാണവ. കൂദാശ അനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഓരോന്നിനും പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. രോഗിലേപന കൂദാശയിൽ ഉപയോഗിക്കുന്ന വസ്തു പ്രധാനമായും ആശീർവദിക്കപ്പെട്ട ഒലിവെണ്ണയാണ്. AD 160-220 ജീവിച്ചിരുന്ന തെർത്തുല്യൻ ഇപ്രകാരം പറയുന്നു: വിശുദ്ധ തൈലം കൊണ്ട് രോഗി പൂശപ്പെടുമ്പോൾ അയാളുടെ ആത്മാവ് പൗത്രീകരിക്കപ്പെടുന്നു എന്ന്. തൈലം മുറിവുകൾ സുഖപ്പെടുത്താൻ പര്യാപ്തമാണ് എന്ന യാഥാർത്ഥ്യം പലരും മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ രോഗിക്ക് ശക്തിയും ഓജസ്സും അത് പ്രദാനം ചെയ്യുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ചിന്തയുടെ ബഹിർസ്ഫുരണമാണ് മുറിവിൽ എണ്ണയും വീഞ്ഞും പകർന്ന നല്ല സമറിയാക്കാരൻ്റെ ഉപമ. തൈലാഭിഷേകം രോഗിയെ സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്നും വഴുതി രക്ഷപ്പെടാൻ സഹായിക്കുമെന്ന വിശ്വാസം പൗരസ്ത്യരുടെയിൽ നിലവിലുള്ളതായി പ്രാർത്ഥനകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ച് നടക്കുന്ന പിശാചിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ലേപനമാകുന്ന ആയുധം സഹായിക്കും എന്നവർ വിശ്വസിക്കുന്നു. രോഗി മിശിഹായുടെ മൗതിക ശരീരത്തിലെ ഒരു അംഗമാകയാൽ അയാളുടെ കാര്യത്തിൽ സഭാമക്കൾ മുഴുവൻ ഉത്കണ്ഠയും താല്പര്യവും ശ്രദ്ധയുമുള്ളവരാണെന്നും രോഗിയുടെ ശാരീരികവും ആത്മീയവുമായ സുസ്ഥിതിയാണ് സഭയുടെ പൊതുലക്ഷ്യം എന്നുമുള്ള യാഥാർത്ഥ്യം ഈ വിശുദ്ധ തൈലം കൊണ്ടുള്ള പൂശൽ അല്ലെങ്കിൽ അഭിഷേകം പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. രോഗിയായ ആളിനെ പലരും സന്ദർശിച്ച് പ്രാർത്ഥന ആശംസകളാൽ ആശ്വസിപ്പിക്കുന്നതും ആത്മീയോപദേശങ്ങൾ നൽകുന്നതും മേൽപ്പറഞ്ഞ ആശയത്തെ സ്പഷ്ടമാക്കുന്നു. ഈ കൂട്ടായ മനോഭാവം രോഗിക്ക് സമാധാനം നൽകുകയും സന്തോഷത്തോടുകൂടി മരണത്തെ നേരിടുന്നതിനുള്ള ഉത്തേജനവും എല്ലാറ്റിനും ഉപരിയായി സമ്പൂർണ്ണ ദൈവാശ്രയവും പ്രദാനം ചെയ്യുകയും ചെയ്യും എന്നതിന് സംശയമില്ല. ചുരുക്കത്തിൽ തൈലാഭിഷേകം പാപമോചനം അഥവാ പാപത്തിനുള്ള രക്ഷ, മരണത്തിന്മേലുള്ള വിജയം, നിത്യതയിലേക്കുള്ള പ്രവേശനം, പരിശുദ്ധാത്മാവാസം എന്നിവയുടെ എല്ലാം അടയാളമായി വർത്തിക്കുന്നു. തൈലാഭിഷേകം മലങ്കര ആരാധനയിൽ ഒരു വ്യക്തി ഗുരുതരമായി രോഗിയായാൽ എത്രയും വേഗം രോഗിക്ക് സുബോധമുള്ളപ്പോൾ തന്നെ കുമ്പസാരവും രോഗികളുടെ തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും നൽകുന്ന പാരമ്പര്യമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കുള്ളത്. സുബോധത്തോടുകൂടി ഈ കൂദാശ സ്വീകരിക്കുവാൻ കഴിവില്ലെങ്കിൽ രോഗിക്ക് വിശുദ്ധ കുർബാന കൊടുക്കണമെന്നില്ല. മലങ്കര ക്രമമനുസരിച്ച് തൈലാഭിഷേകത്തിന് മുൻപായി രോഗി കിടക്കുന്ന മുറിയിലോ അതിന് സമീപത്തോ ഒരു മേശയൊരുക്കി അതിന്മേൽ കുരിശും കുരിശിൻ്റെ ഇരുവശത്തും കത്തിച്ച മെഴുകുതിരികളും മേശമേൽ വിശുദ്ധ തൈലവും ക്രമപ്പെടുത്തി വയ്ക്കുന്നു. മേശയുടെ മുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. തദവസരത്തിൽ കാർമ്മികൻ പുറംകുപ്പായവും ഹൈമിനിയായും ധരിച്ചിരിക്കും. ദൈവത്തോടുള്ള കരുണയാചിക്കൽ, പാപങ്ങളുടെ മോചനം, സ്വർഗഭാഗ്യത്തിലേക്കുള്ള ആനന്ദം എന്നീ ആശയങ്ങളാണ് തൈലാഭിഷേക ശുശ്രൂഷയിലെ പ്രാർത്ഥനയിലുടനീളം നാം കാണുന്നത്. ക്ലേശമനുഭവിക്കുന്നവരെ കരുണാപൂർവ്വം വീക്ഷിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനും മനോവേദന അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിനുമായി പരിശുദ്ധ തൃത്വത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാർമ്മികൻ തൈലാഭിഷേക ശുശ്രൂഷ ആരംഭിക്കുന്നത്. പ്രാരംഭ പ്രാർത്ഥന, സങ്കീർത്തനം, യത്രോ എന്നീ പ്രാർത്ഥനകൾക്ക് ശേഷം വേദവായന ആരംഭിക്കുകയാണ്. സുവിശേഷ വായന കഴിഞ്ഞ് വിശുദ്ധ യാക്കോബിൻ്റെ അപേക്ഷയാണ്. രോഗിയുടെ സുഖപ്രാപ്തിക്ക് വേണ്ടി സമൂഹം ഒന്നായി ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണിത്. ശിമോൻ്റെ അമ്മായിയമ്മയെ യേശു സുഖപ്പെടുത്തിയപ്പോൾ അവൾ ശക്തി പ്രാപിച്ചു അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എഴുന്നേറ്റതുപോലെ ഈ രോഗിയെയും സുഖപ്പെടുത്തി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കണമെന്ന് എല്ലാവരും കൂടെ കാരുണ്യവാനായ ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനന്തരം കാർമ്മികൻ രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലുന്നു. ഇതിന് പ്രത്യുത്തരമായി ജനം ആമേൻ എന്ന് പ്രതിവചിക്കുന്നു. മിശിഹായുടെ ശക്തി രോഗിയിലേക്ക് പ്രവഹിക്കുന്നതിനും അങ്ങനെ രോഗി രോഗവിമുക്തനായി വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നതിനും ഇടയാകണം എന്നാണ് കൈതലയിൽ വെച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥനയുടെ അർത്ഥം. തുടർന്ന് രോഗി മൗദ്യോനീസോ പ്രാർത്ഥന ചൊല്ലി പാപം ഏറ്റുപറയുന്നു. മൗദ്യോനീസ ചൊല്ലുന്നതിന് രോഗി കഴിവില്ല എങ്കിൽ
അപ്രകാരമുള്ള അവസരത്തിൽ മറ്റാരെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുകയും രോഗി സ്വന്തം പാപങ്ങൾ ഓർത്ത് അനുതാപത്തോടുകൂടി പാപമോചനത്തിനായി പുരോഹിതൻ്റെ അടുക്കൽ പാപങ്ങൾ ഏറ്റുപറയുന്നു. പാപമോചനത്തിനായി ചെറുതും വലുതുമായി 2 പ്രാർത്ഥനകൾ ശുശ്രൂഷാക്രമത്തിൽ ചേർത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ശരീരത്തിലും ആത്മാവിലും താൻ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് രോഗി പാപമോചനം അപേക്ഷിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളായ കണ്ണ്, മൂക്ക്, ചെവി, സ്പർശനേന്ദ്രിയം, നാവ് എന്നിവ കൊണ്ടും ആന്തരിക ഇന്ദ്രിയങ്ങളായ ബോധം, നിരൂപണം, ഗ്രഹണശക്തി, വിശേഷജ്ഞാനം, തിരിച്ചറിവ് എന്നിവയാലും ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ ഓരോന്നിനെയും ഓർത്ത് മനസ്തപിച്ച് പാപമോചനം അപേക്ഷിക്കുകയാണ് രണ്ടാമത്തെ പ്രാർത്ഥന ചെയ്യുന്നത്. പാപമോചനത്തെ തുടർന്ന് അഭിഷേക കർമ്മമാണ് നടക്കുന്നത്. കാർമ്മികൻ തള്ളവിരലിൻ്റെ അഗ്രത്ത് തൈലം പുരട്ടി നിർദ്ദിഷ്ട പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് രോഗിയുടെ നെറ്റിയിൽ 3 പ്രാവശ്യം കുരിശ് വരയ്ക്കുകയും അതിനുശേഷം ശിരസിൽ കൈ ആവസിപ്പിക്കുകയും ചെയ്യും. രോഗി പകരുന്ന രോഗമുള്ള ആളാണെങ്കിൽ പഞ്ഞിയിൽ തൈലം പുരട്ടി കുരിശ് വരയ്ക്കുകയാണ് പതിവ്. രോഗിയുടെ നെറ്റിയിൽ തൈലം പൂശുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന ഇപ്രകാരമാണ്: പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ വെടിപ്പാക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും ചെയ്തു പോയിട്ടുള്ള നിന്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടട്ടെ. സകല ദുർവികാരങ്ങളും പൈശാചിക വ്യാപാരങ്ങളും നിന്നിൽ നിന്നും മായ്ക്കപ്പെടട്ടെ. ശാരീരികവും ആത്മീയവുമായ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഇവിടെ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. മനുഷ്യൻ്റെ ശിരസ്സിന് വലിയ പ്രാധാന്യമാണുള്ളത്. മനുഷ്യൻ്റെ ബുദ്ധിയുടെയും ചിന്താശക്തിയുടെയും ആസ്ഥാനമായി ശിരസ്സിനെ നാം മനസ്സിലാക്കുന്നു. ആ രീതിയിൽ തലയുടെ മുൻഭാഗമായി നെറ്റിയിൽ വിശുദ്ധ തൈലം പൂശുന്നത് തികച്ചും അർത്ഥവത്താണ്. ഒരു ക്രിസ്ത്യാനി കുരിശ് വരെ ആരംഭിക്കുന്നത് നെറ്റിയിൽ നിന്നുമാണല്ലോ. അത് തലയുടെ പ്രാധാന്യത്തെ പ്രത്യേകം അത് സൂചിപ്പിക്കുകയാണ്. നെറ്റിയിൽ തൈലം പൂശിയ ശേഷം കണ്ണുകളിലും ചുണ്ടുകളിലും നാസികമേലും ചെവിയിലും കൈകാലുകളിലും തുടർന്ന് ദേഹമാസകലവും വിശുദ്ധ തൈലം പൂശും. തുടർന്ന് സുബോധാവസ്ഥയിലാണെങ്കിൽ രോഗിക്ക് വിശുദ്ധ കുർബാന നൽകുന്നു. ഈ ജീവിതം വിട്ടുപോകാൻ ഒരുങ്ങുന്നവർക്ക് സഭ രോഗീലേപത്തിന് പുറമേ നൽകുന്ന തിരുപ്പാധേയം അഥവാ യാത്രാഭക്ഷണം വിശുദ്ധ കുർബാന പ്രത്യേകമായിട്ട് നൽകുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യോഹന്നാൻ 6:54. വിശുദ്ധ കുർബാന മരണാസന്നനായ രോഗിക്ക് നിത്യജീവൻ ഉറപ്പ് നൽകുന്നു. മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന എന്നീ കൂദാശകൾ പ്രാരംഭ കൂദാശകൾ എന്ന പേരിൽ ഐക്യപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ അനുതാപ കൂദാശയും രോഗിലേപനവും തിരുപാധേയം അഥവാ വിശുദ്ധ കുർബാനയും ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന കൂദാശകൾ എന്ന പേരിൽ പ്രത്യേകമായി ഐക്യപ്പെട്ടിരിക്കുന്നു. തൈലാഭിഷേകത്തിന് ശേഷം ദൈവമാതാവിൻ്റെയും വിശുദ്ധരുടെയും മധ്യസ്ഥ പ്രാർത്ഥന, കുക്കുലിയൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സമാപന ആശീർവാദം നൽകി ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. രോഗീലേപന ശുശ്രൂഷയുടെ ഫലങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ രോഗത്തെയും സഹനത്തെയും ഈ കൂദാശ നിത്യജീവനിലേക്കുള്ള മാർഗങ്ങളാക്കി തീർക്കുന്നു. ദൈവകരുണയുടെ കലവറയിൽ നിന്ന് സഭ നൽകുന്ന അനുഗ്രഹങ്ങൾ രോഗിക്ക് ഈ കൂദാശയിലൂടെ ലഭിക്കുന്നു. ഈ കൂദാശ പാപങ്ങൾക്ക് മോചനവും പരിഹാരവും രോഗങ്ങൾക്ക് സൗഖ്യവും നൽകുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വന്ന പാപബന്ധനത്തിൽ നിന്ന് ഈ കൂദാശ വ്യക്തിയെ മോചിപ്പിക്കുകയും ഇന്ദ്രിയങ്ങളെ ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകളാക്കി മാറ്റുകയും ചെയ്യും. ഈ കൂദാശ സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കുന്നു. പാപം മൂലം ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമേറ്റ മുറിവുകളെ ഈ കൂദാശ സൗഖ്യമാക്കും. ഈ കൂദാശ പാപത്തിൻ്റെ ഫലമായ രോഗവും സഹനവും നിത്യജീവനിലേക്ക് പ്രയോജനപ്പെടുത്തുന്നവയാക്കി തീർക്കുന്നു. ഈ കൂദാശ വ്യക്തിയെയും കുടുംബത്തെയും ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നു. സാത്താൻ്റെ പരീക്ഷകളിൽ നിന്ന് വിടുവിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവും ബലവും നൽകുന്നു. ഈ കൂദാശയിലെ തൈലം പൂശലിലൂടെ ശരീരം മഹത്വപ്പെട്ട് സ്വർഗപ്രാപ്തിക്ക് യോഗ്യമാക്കപ്പെടുന്നു. കന്തീല ശുശ്രൂഷ വൈദികരുടെയും മെത്രാന്മാരുടെയും രോഗിലേപന ക്രമത്തിന് പൊതുവായി പറയുന്ന പേരാണ് കന്തീല ശുശ്രൂഷ. കന്തീല എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം തിരി എന്നാണ്. തിരികൾ കത്തിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ശുശ്രൂഷ ആയതിനാലാവാം
കന്ദീല എന്ന പേരിൽ ഈ ശുശ്രൂഷ പൊതുവെ അറിയപ്പെടുന്നത്. 5 ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്ന 5 തിരികൾ കത്തിച്ചുകൊണ്ടാണ് കന്ദീല ശുശ്രൂഷ നടത്തുന്നത്. കന്ദീല ശുശ്രൂഷ പല വൈദികർ ഒന്നിച്ചുകൂടി വളരെ ആഘോഷമായിട്ടാണ് പൊതുവെ നടത്തപ്പെടാറുള്ളത്. മരണഘട്ടത്തിലാണ് കന്ദീല ശുശ്രൂഷ സാധാരണയായി നൽകുന്നതെങ്കിൽ അപ്പസ്തോലിക ആശീർവാദവും നൽകിയാണ് ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ യേശു അപ്പസ്തോലന്മാർ നിർവഹിച്ചതും സഭയുടെ ആരംഭം മുതൽ നിലവിലുണ്ടായിരുന്നതുമായ കൂദാശയാണ് രോഗീലേപനം. മാമോദീസായ സ്ഥൈര്യലേപനത്തിൽ പരിപൂർണമാകുന്നത് പോലെ കുമ്പസാരം തൈലാഭിഷേകത്തിൽ പൂർത്തിയാക്കപ്പെടുന്നു. മരണത്തിൻ്റെ ഭീകരതയെ അകറ്റി മരണാസന്നനെ ക്രിസ്തുനാഥൻ ആശ്വസിപ്പിക്കുകയാണ് തൈലാഭിഷേക കൂദാശയിലൂടെ. ഈ ആധ്യാത്മിക ഔഷധം ശരിയായ വിധത്തിലും വേണ്ട സമയത്തും സ്വീകരിക്കുന്നതിന് ബോധവാന്മാരാക്കുക എന്നത് സഭാമക്കളുടെ ചുമതലയാണ്. ആത്മാക്കളുടെ കണക്ക് ബോധിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വൈദികൻ ഈ കടമ ഏറെ ശ്രദ്ധയോടെ നിർവഹിക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും രോഗികളുടെ ഈ ആവശ്യത്തെ നിരാകരിക്കാനോ നിഷേധിക്കാനോ മാറ്റിവെക്കാനോ നിസ്സാരവൽക്കരിക്കാനോ ഇടയാകരുത്. രോഗികളുടെ ഈ ആവശ്യത്തെ നിരാകരിക്കാനോ നിഷേധിക്കാനോ മാറ്റിവെക്കാനോ നിസ്സാരവൽക്കരിക്കാനോ ഇടയായാൽ അത് മാരകപാപം തന്നെയാണ്. അതിനാൽ പുരോഹിതൻ ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് എപ്പോഴെങ്കിലും ഈ ഒരു ആവശ്യം പുരോഹിതൻ്റെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ നിർബന്ധമായും ഈ കൂദാശ ചെയ്തു കൊടുക്കുവാൻ പുരോഹിതൻ കടപ്പെട്ടവനാണ്. ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യവും സഭ പ്രത്യേകമായിട്ട് അനുസ്മരിപ്പിക്കുകയാണ്. കുടുംബാംഗങ്ങൾ ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി രോഗികളായ കുടുംബാംഗങ്ങളെ ഈ കൂദാശയ്ക്ക് പ്രത്യേകം ഒരുക്കേണ്ടതാണ്. ഈ കൂദാശയ്ക്ക് ശേഷം വൈദികൻ രോഗിയെ അനുഗ്രഹിക്കുന്നതും ദൈവജനത്തിന് സമാധാനം നൽകുന്നതും ഉചിതമാണ്. പ്രിയ സഹോദരങ്ങളെ, രോഗീലേപനം എന്ന കൂദാശ ആത്മശരീരങ്ങളുടെ സൗഖ്യത്തിന് ഉതകുന്ന കൂദാശയാണെന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ട് മരണസമയത്ത് മാത്രം സ്വീകരിക്കുന്ന ഒരു കൂദാശയായി, അന്ത്യകൂദാശയായി പലപ്പോഴും ആളുകൾ ഇതിനെ കാണാറുണ്ട്. എന്നാൽ ഇത് മരണത്തിന് വേണ്ടി മാത്രം ഒരുക്കുന്ന കൂദാശയായിട്ട് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. മരണത്തിന് വേണ്ടി ഒരുക്കുന്ന കൂദാശയല്ല, അതിലുപരിയായിട്ട് സൗഖ്യത്തിനായിട്ട് ഒരുക്കുന്ന കൂദാശയാണിത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിചയത്തിൽ, ബന്ധത്തിലൊക്കെ രോഗികളായിട്ട് ഒരാൾ ആയിരിക്കുന്നുവെങ്കിൽ ആ രോഗത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ഈ കൂദാശ നൽകുന്നതും ഏറെ ഉചിതമാണ്. ഈ ആരാധനാക്രമ വർഷത്തിൽ പ്രത്യേകമായിട്ട് രോഗീ ലേപനം, രോഗികളുടെ തൈലാഭിഷേകം ഇടവകയിൽ പൊതുവായി നടത്തുന്നതിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു ഇടവകയിലെ രോഗികളായി വർഷങ്ങളായിട്ട് കിടക്കുന്ന രോഗികളുണ്ട്, തീരാ രോഗികളായിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകമായിട്ട് ഇടവ സമൂഹത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും സ്നേഹവും ഒന്നിച്ച് ലഭിക്കുന്നതിനായി ഒരു വർഷത്തിൽ ഒരു ഞായറാഴ്ച രോഗികളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഇടവ സമൂഹം മുഴുവൻ ഒന്നുചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ഈ തൈലാഭിഷേക ശുശ്രൂഷ നടത്തി കൊടുക്കുകയും ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹപ്രദവും ആശ്വാസപ്രദവുമാണ്. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം നമ്മൾ ആരംഭിക്കുന്ന ഈ രോഗികളുടെ തൈലാഭിഷേകം, ഞായറാഴ്ചകളിൽ പൊതുവായി നടത്താൻ ആഗ്രഹിക്കുന്ന ഈ രോഗികളുടെ തൈലാഭിഷേകം തുടർ വർഷങ്ങളിലും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാവുന്നതാണ്. രോഗികളുടെ തൈലാഭിഷേകം എന്ന ഈ കൂദാശ, അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കും മറ്റുള്ളവർക്കും ഈ കൂദാശയുടെ ആത്മീയ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് രോഗികളായവരെ ഈ കൂദാശയിലേക്ക് പ്രത്യേകമായിട്ട് ബോധ്യം നൽകി ആനയിക്കാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ ആളുകൾക്ക് ഇതിൻ്റെ പ്രാധാന്യമോ ഇതിൻ്റെ നന്മയോ ആത്മീയ അഭിഷേകമോ പലപ്പോഴും അറിയണമെന്നില്ല. അങ്ങനെയുള്ളവരുടെ അടുക്കൽ നമ്മൾ സാവകാശം പറഞ്ഞ് ഇപ്രകാരമുള്ള ആത്മീയ അർത്ഥങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ കൂദാശയോട് ലഭിക്കുമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്രകാരം രോഗത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് ഈ കൂദാശ ലഭിക്കുന്നതിന്, അവർക്ക് ബോധ്യം നൽകുന്നതിന് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കും. അതുകൊണ്ട് രോഗികളായിരിക്കുന്ന എല്ലാവർക്കും, തീരാരോഗത്തിലായിരിക്കുന്നവർ, രോഗത്തിന് സൗഖ്യം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ, പ്രയാസത്തിൽ കഴിയുന്നവർ, അവർക്കെല്ലാം ഈ കൂദാശ നൽകുന്നതിന് പ്രത്യേകമായിട്ട് നമുക്ക് ഒരുക്കുന്നതിനായിട്ട് സാധിക്കും. നമുക്കറിയാം, എല്ലാ മനുഷ്യരും
എത്ര ശക്തിയുള്ള വ്യക്തിയാണെങ്കിലും, മാനസിക ബലമുള്ള ആളാണെങ്കിലും, എത്ര സമ്പത്തുള്ള ആളാണെങ്കിലും രോഗിയായി കഴിയുമ്പോൾ ആ വ്യക്തി തകർന്നു പോകും. ശരീരത്തിൻ്റെ ബലം കുറയും, മനസ്സിൻ്റെ ബലം കുറയും, എല്ലാവിധമായ ഒരു തളർച്ചയിലേക്കും തകർച്ചയിലേക്കും മാനസിക അസ്വസ്ഥതയിലേക്കും ഒരു വ്യക്തി താണുപോകും. ആശുപത്രിയിൽ കഴിയുന്ന രോഗികളെ സന്ദർശിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എത്ര കഴിവുള്ള, എത്ര ശക്തിയുള്ള, ആത്മബലമുള്ള വ്യക്തിയാണെങ്കിലും രോഗാവസ്ഥയിൽ ആ വ്യക്തിയോട് തളർന്നു പോകുന്നത്, തകർന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്രകാരം രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്നൊരു കൂദാശയാണിത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രോഗത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കാൻ അവരത്യധികം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ വൈദ്യൻ യേശുക്രിസ്തു തന്നെയാണ്. നല്ല വൈദ്യനായ യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ യേശുവിൻ്റെ ആ അഭിഷേകം ഈ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ള ബോധ്യം നൽകി കഴിയുമ്പോൾ തീർച്ചയായും രോഗാവസ്ഥയിൽ ഈ രോഗിക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും ആത്മാവിന് ബലവും നൽകും. അതുകൊണ്ട് ഈ രോഗികളുടെ തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ എല്ലാ രോഗികൾക്കും കൂടുതൽ പ്രതീക്ഷയും പ്രത്യാശയും ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ആരാധനാക്രമ വർഷം കൂദാശകളെക്കുറിച്ചുള്ള പഠനം പ്രത്യേകമായിട്ട് നമ്മൾ നടത്തുകയാണല്ലോ. 5 കൂദാശകൾ ഇതിനോടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിശുദ്ധ മാമോദീസ, സ്ഥൈര്യലേപനം അല്ലെങ്കിൽ മൂറൻ അഭിഷേകം, വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, രോഗികളുടെ തൈലാഭിഷേകം. വരുന്ന വർഷങ്ങളിൽ പ്രത്യേകമായിട്ട് ഇയർ ഓഫ് ഫാമിലി, കുടുംബവർഷം നമ്മൾ ആചരിക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇയർ ഓഫ് വൊക്കേഷൻ, മിഷൻ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, പ്രേക്ഷിത വർഷത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ചും പ്രത്യേകമായിട്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ട് കൂദാശകളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വരുന്ന വർഷങ്ങളിൽ നമ്മൾ വിവാഹവും തിരുപ്പട്ടവും പ്രത്യേകമായിട്ട് പഠിക്കുന്നതാണ്. അങ്ങനെ കൂദാശയിലൂടെ സഭ ലക്ഷ്യം വെക്കുന്ന എല്ലാ അഭിഷേകവും അനുഗ്രഹവും പ്രാപിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങാം. ഈ കൂദാശയുടെ ആത്മീക അനുഭവം ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ തൈലാഭിഷേകം എന്ന ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻ്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ആരാധന വർഷ കോർഡിനേറ്റർ.